അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്റ്റേജിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിഥികളായി അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഹജ്ജിന് എത്താൻ ഭാഗ്യം ലഭിക്കുക. ആ ആഗ്രഹത്തോടു കൂടി മുമ്പ് ഹജ്ജിന് പോയവരും പുതുതായി ഹജ്ജിന് ഉദ്ദേശിക്കുന്നവരെയാണ് ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറയുമ്പോൾ വലിയ ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യുമ്പോഴും വലിയ ത്യാഗമാണ് മാനസികമായും ശാരീരികമായും ആവശ്യമായിട്ടുള്ളത്. ത്യാഗത്തിന് ആവശ്യം ആഫിയത്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഹജ്ജിൻ്റെ പ്രധാന ഘടകമാണ് ആഫിയത്ത്. ആ ആഫിയത്തിന് വേണ്ടിയും അള്ളാഹു റിളയോടുകൂടി കബൂലിയത്ത് നടത്തുന്നതിനു വേണ്ടിയുമാണ് നമ്മുടെ പ്രധാന പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഹജ്ജിന് ഉദ്ദേശിച്ചിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള, അതുപോലെ ഹജ്ജിനെ ഉദ്ദേശിച്ച എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ റിളയോടുകൂടി അള്ളാഹു സ്വീകരിച്ച രൂപത്തിൽ ഹജ്ജും ഉംറകളും സിയാറത്തും ഒക്കെയും നിർവഹിച്ച് നാട്ടിൽ സന്തോഷത്തോടുകൂടി എത്തിച്ചേരാൻ അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഉദ്ദേശിച്ച എല്ലാ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ പുണ്യഭൂമിയിൽ എത്തിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ഒരുപാട് ഇബാദത്തുകൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.